അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ടവരുടെ ജീവിതം, ചരിത്രം പഠിക്കുമ്പോൾ വളരെ അത്ഭുതമാണ്. അതിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ബഹുമാനപ്പെട്ടവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആരെങ്കിലും കൂടെ വേണം. തൻ്റെ വീട്ടുകാരല്ല, വീട്ടുകാരേതായാലും ഉണ്ടാകുമല്ലോ, മറ്റു അയൽവാസികളിൽ നിന്നോ കൂട്ടുകാരിൽ നിന്നോ ആരെങ്കിലും കൂടെ വേണം. അതായത് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ വല്ലാത്ത താല്പര്യമായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതം, അവിടുത്തെ സ്വഭാവം. പിന്നെ ഒരു ദിവസം ബഹുമാനപ്പെട്ടവർ ഭക്ഷണത്തിൽ ഇരിക്കുമ്പോൾ, ആരെ കിട്ടാതിരിക്കുമ്പോൾ, അങ്ങനെ പുറത്തിറങ്ങി നോക്കുമ്പോൾ ഒരു മനുഷ്യനെ കണ്ടു. അങ്ങനെ അദ്ദേഹത്തിന് തൻ്റെ കൂടെ ഭക്ഷണത്തിന് വേണ്ടി വിരുന്ന് സൽക്കരിക്കാൻ വേണ്ടി അദ്ദേഹത്തിനെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങളുടെ മതം ഏതാണ്? അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു മജൂസിയാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു ഭക്ഷണം കിട്ടുകയുള്ളൂ എന്ന് സന്തോഷത്തോടു കൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ വീട്ടിലേക്ക് എത്തിയപ്പോൾ തൻ്റെ മതം ചോദിച്ചു. അപ്പോഴാണ് ഇബ്രാഹിം നബി സ്വലാമിനിക്ക് അതെന്തോ ഇഷ്ടമായില്ല. കാരണം അത്രമാത്രം അള്ളാഹുവിനോട് താല്പര്യമുള്ള ആളായിരുന്നു. അപ്പൊ അള്ളാഹു അല്ലാത്തൊരു ചിന്തിക്കാൻ ബഹുമാനപ്പെട്ടവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹത്തിനോട് ദേഷ്യപ്പെട്ടു, നിങ്ങൾ മജൂസായതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം നൽകുന്നില്ല, നിങ്ങൾ ഇസ്ലാമായാലേ ഞാൻ ഭക്ഷണം നൽകുകയുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അവിടെ നിന്ന് അയക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം ആവുമ്പോഴേക്ക് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനിക്ക് വഹി ഇറങ്ങുകയാണ്. അള്ളാഹു ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ചോദ്യം ചെയ്യുകയാണ്. നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു, അല്ല, നിങ്ങളെന്തേ അദ്ദേഹത്തിനിക്ക് ഭക്ഷണം കൊടുക്കാത്തത്? ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനല്ലേ, ഒരു ഫക്കീറല്ലേ? അപ്പോഴാണ് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞത്, കാരണം വലിയൊരു അള്ളാഹുമായിട്ട് ഉള്ള ബന്ധം ഉൾക്കൊണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞതാണ്, നിനക്ക് ഭയപ്പെടാത്ത ഒരാൾക്കും ഞാൻ ഭക്ഷണം കൊടുക്കില്ല റബ്ബേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം അങ്ങോട്ട് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിനോടൊന്ന് ചോദ്യം ചോദിച്ചു, ആളെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, മനസ്സിലാക്കിയിട്ടുണ്ടോ? ഏകദേശം അദ്ദേഹത്തിനിക്ക് എത്ര വയസ്സുണ്ടാകുമെന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് അള്ളാഹു ചോദിക്കുകയാണ്. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ആയുസ് ഏകദേശം ഒരു 40 ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ അള്ളാഹു വീണ്ടും ചോദിക്കുകയാണ്, ഇന്ന് മാത്രമാണല്ലോ നിങ്ങളെ മുമ്പിൽ അദ്ദേഹം എത്തിയിട്ടുള്ളത്, ഇന്ന് വരെ ഈ 40 കൊല്ലത്തോളം അദ്ദേഹത്തിനിക്ക് ഭക്ഷണം നൽകിയത് ആരാണ്? അപ്പോഴാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിനിക്ക് ബോധ്യം വന്നത്. വല്ലാത്തൊരു ചോദ്യമാണ് അള്ളാഹു ഇങ്ങോട്ട് ചോദിച്ചത്. അതായത് ഇന്ന് വരെ എനിക്ക് ഇബാദത്തെടുക്കാത്ത, സുജൂദ് ചെയ്യാത്ത, നിസ്കരിക്കാത്ത എന്നെ അള്ളാഹു ഇന്ന് വരെ ഒരു പ്രാവശ്യം പോലും വിളിക്കാത്ത ആ മജൂസിയായ മനുഷ്യർക്ക് 40 വർഷത്തോളം ഞാൻ ഭക്ഷണം നൽകിയിട്ടില്ലേ എന്ന് അള്ളാഹു ഇങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഭക്ഷണം കൊടുത്തുകൂടെ? അങ്ങനെയുള്ള ആ വാശി ശരിയല്ല, എല്ലാവർക്കും ഭക്ഷണം നൽകണം എന്നുള്ളൊരു തിരുത്തൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന് തിരുത്തലോടുകൂടെ ബഹുമാനപ്പെട്ടവർക്ക് അത് വല്ലാത്തൊരു ഉപദേശമായി പോയി. അങ്ങനെ അദ്ദേഹത്തിനെ അന്വേഷിക്കുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിനെ അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് തൻ്റെ വീട്ടിൽ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അത്ഭുതപ്പെട്ടു പോയി. അല്ല, നിങ്ങളല്ലേ നേരത്തെ പറഞ്ഞത് മജൂസിയായ എനിക്ക് ഭക്ഷണം നൽകൂല, ഇസ്ലാമായാലും ഞാൻ ഭക്ഷണം നൽകൂ എന്ന് നിങ്ങൾ പറഞ്ഞത്? അപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അങ്ങോട്ട് പറഞ്ഞത്, ഞാൻ അങ്ങനെ തന്നെയാണ് തീരുമാനത്തിൽ, പക്ഷേ നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം തരാത്തതിൻ്റെ പേരിൽ എൻ്റെ റബ്ബ് എന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകിയെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനിക്ക് വല്ലാത്ത അത്ഭുതപ്പെട്ടു. അതായത് ഇന്ന് വരെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആരാധിക്കുന്ന റബ്ബിനിക്ക് ഞാൻ ഇന്ന് വരെ ഞാൻ ആരാധിച്ചിട്ടില്ല, ഒരു നിമിഷം പോലും അല്ലാഹ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള റബ്ബ് അവൻ്റെ അടിമയായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം എന്നോട് ഒരു വിഷമം കാണിച്ചപ്പോൾ, എനിക്കൊരു നേരത്തെ ഭക്ഷണം നൽകാത്തതിൻ്റെ പേരിൽ റബ്ബ് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് എൻ്റെ കാര്യത്തിൽ ആ അള്ളാഹു ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവൻ എത്രമാത്രം കാരുണ്യമുള്ളവനാണ്. ഞാൻ അവനെയല്ലേ പിൻപറ്റേണ്ടത്, ഞാൻ അവനെയല്ലേ ആരാധിക്കേണ്ടത്, ഞാൻ അവനെയല്ലേ അല്ലാഹുവായി സ്വീകരിക്കേണ്ടതെന്ന് ആ മജൂസിയായ മനുഷ്യൻ ചിന്തിക്കുകയും അതോടുകൂടെ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തുവെന്ന് ചരിത്രകാർ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. ഇതാണ് അല്ലാഹ്
ഇതാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം. ഇതിലൂടെ നമുക്ക് എത്രയോ ധാരാളം പാഠങ്ങൾ പഠിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുടെ ചരിത്രം ധാരാളം പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.